ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാങ്ക് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. ബ്ലാങ്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടീകോം ബോർഡ് മദർ ബോർഡിലാണ് വരുന്നത്. പാനൽ ചെക്ക് ചെയ്ത് പാനൽ ഓക്കെയാണ്. അതിൽ ടീകോണിൻ്റെ സെക്ഷൻ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഇത് പാനലിലേക്ക് വരുന്ന വർക്കിംഗ് വോൾട്ടേജൊക്കെ മദർ ബോർഡിലാണ്. മോഡൽ നമ്പർ എന്ന് വെച്ചാൽ SP36731.5 എന്ന മോഡൽ മദർ ബോർഡാണ്. ഈ മോഡലിൽ 5 വോൾട്ടാണ് ടീകോം സെക്ഷൻ വർക്ക് ചെയ്യുന്നത്. 5 വോൾട്ട് മിസ്സിങ് വരാറുണ്ട്. എന്തായാലും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പവർ കൊടുത്തിട്ട് ഓണാക്കി നോക്കാം. പവർ കൊടുത്ത് ഓണാക്കുമ്പോൾ തന്നെ ഇതിൽ റെഡ് മാത്രമേ കത്തുള്ളൂ. എന്താ വെച്ചാൽ ഫസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ബ്ലൂ ലൈറ്റ് വന്നിട്ട് പിന്നെ റെഡ് വന്നിട്ട് സ്റ്റാൻഡ് റിലീസ് ചെയ്യുമ്പോഴാണ് ബ്ലൂ കത്തുക. അങ്ങനെയാണ് കത്തുക. ഓൺ ചെയ്യുമ്പോൾ ഒറ്റ ലൈറ്റിനെ കത്തുള്ളൂ. അപ്പോൾ തന്നെ അതിൽ 5 വോൾട്ട് മിസ്സിങ് ആണെന്നുള്ളത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൽ ബൂസ്റ്റിംഗ് സപ്ലൈകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പാനൽ വോൾട്ടേജുകളിൽ വരുന്ന സപ്ലൈകളൊക്കെ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒന്ന് വരുന്നുണ്ടോ എന്ന് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നിലും വോൾട്ടേജ് ഇല്ല കേട്ടോ. ഒരു വോൾട്ടേജ് പോലും ഇല്ല. ഇതിൽ 5 വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈവ് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 5 വോൾട്ട് വരുന്നില്ല. ഉണ്ടല്ലേ, മില്ലി വോൾട്ടൊക്കെ ഉള്ളൂ അവിടെ. 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐസ് നോക്കുമ്പോൾ അവിടെ വോൾട്ടേജ് ഇല്ല. അവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് വോൾട്ടേജ് വരുന്നില്ല. 5 വോൾട്ടിലും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റെഡ് ഷോർട്ടാണ് കേട്ടോ. ഔട്ട്പുട്ട് ഫുള്ള് ഷോർട്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആദ്യം നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. 5 വോൾട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. എവിടെ ലൈൻ എന്നുള്ളത് ഷോർട്ട് എന്നുള്ളത് 1 by 1 ആയിട്ട് ഊരണമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 5 വോൾട്ട് അപ്പോൾ 5 വോൾട്ട് വേറെ പുറത്തുനിന്ന് പവർ സപ്ലൈ കൊടുക്കുന്നത് 5 വോൾട്ട്. റെഗുലേറ്ററിൻ്റെ കോയിൽ ഊരിയിട്ട് ഔട്ട്പുട്ട് ലൈനിലാണ് കൊടുത്തു നോക്കുന്നത്. ഔട്ട്പുട്ട് ലൈനിൽ 5 വോൾട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. 5 വോൾട്ട്. അപ്പോൾ നല്ല ഷോർട്ടുള്ളതുകൊണ്ട് 1.something വോൾട്ടേജ് ഡ്രോപ്പായി പോവാണ്. മീറ്ററിൽ കാണാൻ പറ്റും നമുക്ക്. 5 വോൾട്ട് ഇടയ്ക്കുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ നോക്കിക്കോ ഉണ്ടോ 1.5 ആ റേഞ്ചിലേക്ക് വോൾട്ടേജ് കുറഞ്ഞു. പക്ഷേ ഏതാ ഷോർട്ടായ സാധനം നന്നായി ഹീറ്റ് ആവുണ്ടോ. എന്താ വെച്ചാൽ 5 ആമ്പിയറാണ് ലോഡ് കൊടുക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടീകോം ബോർഡിൻ്റെ അടുത്തൊരു കപ്പാസിറ്റർ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ഔട്ടാവാനാണ് ചാൻസ് കൂടുതൽ. നന്നായി ഹീറ്റ് ആവുന്നുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എന്നോട് അടുത്ത് കാണിച്ചു തരാം. പറഞ്ഞു കൊടുത്താണ് ഒരു കപ്പാസിറ്റർ ഷോർട്ടാണ്. ആ ഷോർട്ടായാലേക്ക് നമ്മൾ 5 വോൾട്ട് കൊടുക്കുമ്പോൾ ആണല്ലേ ബേണായിട്ട് വരില്ല. ഞാൻ റോസിംഗ് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കാരണമാണ് ഈ സ്മോക്ക് വരുന്നത്. പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്യാം. കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഷോർട്ട് എന്ന് കാണിച്ചു തരാം. വീണ്ടും 5 വോൾട്ട് ഒന്നുകൂടി ഇഞ്ചെക്ട് ചെയ്ത് നോക്കാം. എത്രത്തോളം ഷോർട്ട് റിമൂവ് ആയിട്ട് നോക്കിയേക്കാം. ഷോർട്ടൊക്കെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഷോർട്ടൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. വർക്കിംഗ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് റിമൂവ് ചെയ്ത കോയിലുണ്ട്. 5 വോൾട്ടിൻ്റെ കോയിൽ അത് പഴയ പോലെ ഇൻസ്റ്റാൾ ചെയ്യുക.
വീണ്ടും ഓണാക്കിയിട്ട് കോയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ 5 വോൾട്ട് വന്നപ്പോൾ ഉണ്ട് അതിൽ ബ്ലൂ ലൈറ്റ് കത്തുന്നില്ലേ, പിന്നെ റെഡിലേക്ക് മാറും. പിന്നെ സ്റ്റാൻഡ് റിലീസ് ചെയ്താലാണ് ബ്ലൂ കത്തുക. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ആയിട്ട് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു ഉദാഹരണമാണത്. ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ കറക്റ്റ് 5.1 വോൾട്ട് ഷെഡിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടീക്കോൻ്റെ സപ്ലൈസ് ബൂസ്റ്റ് ആവുണ്ടോ നോക്കിയേക്കാം. ടീക്കോ വോൾട്ടേജുകൾ ബൂസ്റ്റ് ആവുന്നുണ്ട്. 5 വോൾട്ട് ഇന്നായി, VGH വോൾട്ട് 23 വോൾട്ടോളം വരുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് എല്ലാം പ്രസൻ്റായി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാനുള്ളത് പാനൽ ആൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. പാനൽ ആൻഡ് ചെയ്ത സ്റ്റാൻഡ് ബൈ ആണ്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. ഡിസ്പ്ലേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്ന ഒരു കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു. കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഡിസ്പ്ലേ ബ്ലാങ്ക് സ്ക്രീനിലേക്ക് പോയത്. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് അല്ലായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.